ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ, ടിനി ടോം നമ്മുടെ നിത്യവസന്തം പ്രേംനസറിനെ കുറിച്ച് വളരെ മോശപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് അറിയാൻ കഴിഞ്ഞു. അത് എന്നെ വളരെയധികം വിഷമപ്പെടുത്തി. കാരണം മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ട പേര് നിത്യവസന്തം പ്രേംനസർ തന്നെയാണ്. സത്യമാഷ് നമുക്കറിയാം, ഗ്രേറ്റ് ആക്ടറായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ പ്രേംനസീറായിരുന്നു ആദ്യം. അദ്ദേഹം മരിക്കുന്നത് വരെയും എൻ്റെ ഇഷ്ടപ്പെട്ട നടൻ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ, വടക്കം പാട്ട് സിനിമകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. ഇന്നത്തെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പണ്ടത്തെ വടക്കൻ പാട്ട് സിനിമകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല നല്ല കുടുംബകഥകൾ, അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ പ്രേംനസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ളൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ അത്ര സൗന്ദര്യം ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കുമില്ല. മമ്മൂക്കയ്ക്കില്ല, ലാലേട്ടനും ഇല്ല, ശരിക്കും പറയാൻ വെച്ചാൽ ആർക്കുമില്ല. അദ്ദേഹത്തിൻ്റെ ആ സംസാരം, ആ ചിരി, ആ ശബ്ദം, ഒരു പ്രത്യേക മനുഷ്യനാണ്. അപ്പോൾ ആൾ ഒരു സമയത്ത് ഇലക്ഷന് നിന്നു. ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. ആൾ കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ മണ്ണുത്തി, എൻ്റെ നാട് തൃശ്ശൂർ മണ്ണുത്തിയിൽ അദ്ദേഹം വന്ന് പ്രസംഗിക്കും. ഞാൻ നേരിട്ട് ഈ തൊട്ട് ഒരടി 2 അടി അകലത്തിൽ കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ആ മലയാള സിനിമയിൽ ആ ഒരു കൊട്ടൻ്റെയും ആ ഒരു പ്രാന്തൻ്റെയും വേഷം കെട്ടിയിട്ടുള്ള എനിക്ക് ആ ഒരു മുഖ്യമന്ത്രി വേഷം കെട്ടാൻ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ആ മണ്ടിപ്പെണ്ണൊന്ന് ചിരിച്ച് അങ്ങനെയുള്ള ഇങ്ങനെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ സംഭവത്തിനായാലും പാർട്ടിയുടെ കാര്യം വന്നിട്ട് ആ നാട്ടുകാരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾക്ക് ആ ഉണ്ടായ അത്ര നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അത്ര നല്ല നടനല്ലേ, ഇത്ര 600-ലേറെ സിനിമകൾ അഭിനയിച്ച നടൻ. ഒരാൾക്കും ഒരിക്കലും ഈ ആ റെക്കോർഡ് നായകനായി അഭിനയിച്ച സിനിമകൾ ആ റെക്കോർഡ് ഒരാൾക്കും തിരുത്താൻ പോലും പറ്റില്ല. അത്രയും ഗംഭീര നടൻ. എന്നാൽ ആൾ കൂടുതലും വലിയ വലിയ റോളുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഉള്ള ആൾ ചെയ്തിട്ടുള്ള ഗംഭീര റോളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അത്രയും മഹാനായ അദ്ദേഹത്തെ ഈ ചൊക്കിളി എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്ത, മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് ടിനി ടോം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 90% അല്ലെങ്കിൽ 95% ആൾക്കാർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല ടിനി ടോമിന് അഭിനയം എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും പഠിക്കാത്തൊരു വ്യക്തിയാണത്. ഒരു സിനിമ അതൊക്കെ എന്തുകൊണ്ടാണ് ആൾക്ക് ഇങ്ങനെ കിട്ടാൻ? മമ്മൂക്കയുടെ ഡൂപ്പായിട്ട് കുറേ നാൾ നടന്നപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പഴയ ഫ്രണ്ട്സാണ് ദിലീപ്.